ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെയുള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവർ ഇതിലും വലിയ കളികളൊക്കെ കളിക്കുന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയലില്ല ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയലില്ല ഫിറോസിനെതിരെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രകടനമാണുള്ളത്. നിങ്ങളെ കുബുദ്ധി കാണണം. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീന്റെ കൂട്ടുകാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളിൽ വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയും, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെ പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്തതിൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റസൂൽ പൂക്കുട്ടി അതുപോലെ ഫിറോസ്, സജിന ഇവരുടെ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുകയാണല്ലേ. ഫിറോസും സജിനയും ഡിവോഴ്സ് ആയതിനു ശേഷം വന്ന കുറേ അഭ്യൂഹങ്ങളായിരുന്നു. സജിനയ്ക്ക് പൂക്കുട്ടിയായിട്ട് ബന്ധമുണ്ട്. പിന്നെ സജിനയുടെ FB പേജിൽ നിന്ന് തന്നെ ഒരു FBയിലോ അതോ ഇൻസ്റ്റാഗ്രാമിലോ ആയിട്ടൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു. അതിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്, റസൂൽ പൂക്കുട്ടിയായി ചേർന്ന് നിൽക്കുന്നൊരു ഇത് ഇട്ടിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സജിന തന്നെ നേരിട്ട് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ ഹാക്ക് ചെയ്തതാണ്, ഞാനല്ല അത് ഇട്ടിട്ടുണ്ടായിരുന്നത്, അത് സത്യമല്ല എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. അപ്പം ഞാൻ അതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫിറോസ് അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. ഫിറോസ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. തൽക്കാലം ഉണ്ടായിരുന്ന വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടിയിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താ കാര്യം പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തെല്ലാം ഞാൻ കൂടെ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്ന കാര്യം വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രകടനമാണുള്ളത്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാലത്ത് ബലമായി പേടിച്ചിരിക്കാൻ എനിക്ക് വേണമെന്നും ബലമായിട്ട് ഞാൻ ആദ്യത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണ്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാൻ വിടാൻ പറ്റേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തോന്നു റസൂൽക്ക നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. റസൂൽക്ക ഇനി എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ സംസാരിച്ചതിന് ശേഷം അവരെ വിളിച്ചിട്ട് സംസാരിച്ചത്. അത് ഞാനല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി ചതിച്ചുണ്ടാക്കി എന്നുള്ള ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കറ്റുള്ള വിവാദം നമ്മൾ പോയതും അവിടെ നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാം ഉണ്ടല്ലോ.
എന്ത് നിങ്ങൾ കുഞ്ഞ് പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് യുഎയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണമെന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്നേ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നെ അറിയാം, ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് പഠിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥവും തന്തയെന്നുള്ള സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനിൽ നിന്ന് കുറച്ചുകൂടി മുന്നേക്ക് പോകേണ്ടതുണ്ട്. ഇതിലൊരു കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവരൊന്നും കൊടുത്തില്ല. പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ എന്തായാലും അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ ഉള്ളത് അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലൈഫ് കൂടെ പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സുഖേറ്റിയിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഡേഞ്ചസ് ബോയ്സിൻ്റെ സമയം മുതലേ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ചാറ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാകുന്നു. അവസാനം അത് കല്യാണത്തിൽ രണ്ട് വീട്ടുകാരും അറിഞ്ഞത് കല്യാണത്തിലേക്ക് വരുന്നു. അത് വലിയ ഫംഗ്ഷനായിട്ട് തന്നെയാണ് കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം തോന്നുന്നു. അപ്പം മഹലിൽ വഴി ആണ് അന്ന് നമ്മൾ രണ്ടുപേരുടെയും മഹലിൽ നിന്ന് ആൾക്കാർ വന്നു രജിസ്റ്റർ ചെയ്തു. ഒക്കെ നമ്മൾ പോകാൻ കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത അതിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധ്യമല്ല, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യില്ല. അപ്പോൾ പള്ളി വഴി മാത്രമുള്ളൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുഞ്ഞായി, അല്ലെങ്കിൽ എനിക്കൊരു മോളുണ്ട്, കുറച്ച് മാക്സിമം ഞങ്ങളൊരു 3 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ചില കാരണങ്ങളാൽ നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി വന്നു. അതൊരു ഡിവോഴ്സിങ് പ്രോസസ്സ് പോലെ തന്നെയാണ്. കാരണം അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞൊരു 2 വർഷങ്ങൾ കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ആ വ്യക്തികളെ ഇതിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. സജിന ഈ സിനാരിയോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് അവർ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് എൻ്റെ മറുപടിയോ കാര്യങ്ങളോ എനിക്ക് വിശദമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സോ അവർ സുഖമായിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവർ വളരെ റെപ്യൂട്ടഡ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ സജിൻ ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇല്ലീഗൽ മാരേജ് എന്നൊക്കെ ഒരു സംഭവം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ കഥകളെല്ലാം സജിനയ്ക്ക് അറിയാം. ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ 2 വർഷം ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറയും. ഇവളുടെ വീടിന് തൊട്ടടുത്ത ഞങ്ങൾ ഏകദേശം ഞാൻ സജിനായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചസ് ബോയ്സിൽ ഇപ്പോൾ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനം. അങ്ങനെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞു, എന്തൊക്കെ ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷനായി നല്ല അടുപ്പമായിട്ട് ഞാൻ അങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. ഞാൻ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു. അങ്ങനെ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിത കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലാണ് 2 വർഷവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന് 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിലൊരു മോള് സജിനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാനും സജിനെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു സജിന അങ്ങനെ, കാരണം അവൻ്റെ എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന സജിനയുടെ വീട്ടിൽ വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ അവനത്തെ ചോദിക്കുന്നു, മോനെ എങ്ങനെയുണ്ട് പിന്നെ സജിന ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാഷ്വലി ഞാൻ ചോദിച്ചാൽ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുക, ഫോൺ ചോദിച്ചത് ഞാൻ തിരിച്ച് പറയാൻ 1 മണിക്കൂർ തിരിച്ച് ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല സംസാരിച്ച് അപ്പോൾ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റ് ഈ ഒരു വീഡിയോ ഈ ഒരു ഇത് നേരത്തെ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ശത്രു ഇത് ഉണ്ടാക്കിയതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവളുടെ തന്നെ വായിൽ നിന്ന് വീണു. അത് വേറൊരു സുഹൃത്തിന് വോയിസ് ക്ലിപ്പ് വേറൊരു സുഹൃത്തിന് അയച്ചു കൊടുത്താണ്. ആ സുഹൃത്ത് ഫിറോസിന് അയച്ചു കൊടുത്തു. അപ്പം ഫിറോസിൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഇപ്പോൾ 100% തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി ഫിറോസിന് ചതിക്കുകയായിരുന്നു, അല്ലെ കൂടെ നിന്നുകൊണ്ട് പുള്ളിക്കാരി ചതിക്കുകയായിരുന്നു. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. നേരത്തെ ഒരു കുഞ്ഞായി അത് പോയി, അതിനുശേഷം
എന്താണ് രണ്ടാമത് ഉണ്ടായതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ആ ഫിറോസിനെ ചതിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഫിറോസിന് എന്തെല്ലാം കുറ്റമാണ് പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിറോസിന് ആ ബിഗ് ബോസിൽ വന്ന സമയത്ത് നമുക്കും ദേഷ്യം തോന്നിയതാണ് ഫിറോസിന്. എന്താണെന്ന് വെച്ചാൽ ഫിറോസിൻ്റെ ആ ആറ്റിറ്റ്യൂഡും സംസാര രീതികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതല്ല. എന്താണ് സജിനെ ഭയങ്കര നല്ലതായിട്ട് നിൽക്കുന്നത് കണ്ടു. സജിൻ എത്രത്തോളം അവൻ്റെ കൂടെ ജീവിച്ചിട്ട് ഞാനും ഈ ഒരു നേരത്തെ വീഡിയോയിൽ സജിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഫിറോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ലൈവായിട്ട് കണ്ടതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കാണുന്ന സമയത്ത് തെളിവ് സഹിതമാണ് ഫിറോസ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിറോസിൻ്റെ ഭാഗത്ത് നിന്നേ പറ്റുള്ളൂ. ഫിറോസാണ് 100% ശരി. എന്താ വെച്ചാൽ ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും വേറൊരു പുരുഷനുമായിട്ട് വേറൊരു പെണ്ണുമായിട്ടുള്ളൊരു ബന്ധം ആർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ. ആ ഒരു തരത്തിൽ പുള്ളിക്കാരി പ്രഗ്നൻ്റ് അടക്കം ആയിട്ടുണ്ടെന്ന് പുള്ളിക്കാരുടെ വായു കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയും പറയുന്നുണ്ട്, സജിനിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും വേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പും ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് സജിന വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഫിറോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ഇന്നത്തെ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞിപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത് അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവർക്ക് അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ച് വരാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജിനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അതിൽ എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കൊണ്ട് ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ട്. അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കാൻ മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ കിട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്ത അവസ്ഥ നിങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഐക്ലൗഡിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ പറ്റണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടി എഴുതി. ഓക്കെ നീ എന്തെങ്കിലും അതായത് നാളെ ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവനത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻറ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടുത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ചേർക്കണം. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഈ പോയി കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനു മുന്നേയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അപ്പോൾ സജിനാക്ക് റസൂൽ പൂക്കുട്ടി മാത്രമായിട്ടല്ല ബന്ധം. ഇവർ നല്ലതായിട്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ആൽബത്തിൻ്റെ ഇതിലുള്ള ഒരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളുമായിട്ട് ഒളിച്ചോടി എന്നാണ് പറയുന്നത്. എന്നിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവർ രണ്ടുപേരും സെക്കൻഡ് മാരേജാണ്. സെക്കൻഡ് മാരേജ് ആയിട്ട് ഒരാളാണ് പിന്നെയും വേറൊരാളുടെ കൂടെ ഒളിച്ചോടുന്നത്. പിന്നെ അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നു. പിന്നെയും ഒരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പ്രഗ്നൻ്റ് ആണെന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് അബോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. 2ാമത് കുഞ്ഞുണ്ടായത്. അപ്പോൾ റസൂൽ പൂക്കുട്ടിയിൽ നിന്നുണ്ടായ കുഞ്ഞാണ്. അപ്പോൾ എത്രയ്ക്ക് മാത്രം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഒരു പുരുഷൻ കാണാത്തതെല്ലാം കണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് അവളെ പിന്നെയും സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നിട്ടും പോരാഞ്ഞിട്ട് പുള്ളിക്കാരി
അതാണ് വേറൊരു ഇത് എന്താണ് ഇതിൽ ബന്ധത്തിലേർപ്പെട്ടു. അതും ഇതായി. അപ്പോൾ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് പുള്ളിക്കാരിക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും കുറേ പാർട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പുള്ളിക്കാരൻ്റെ. അപ്പോൾ കുറേ തെളിവുകൾ ഇനിയും വരാനുണ്ട്. എന്തായാലും ഫിറോസിനെ കുറിച്ചും സജിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി എന്തായാലും ഫിറോസ് വീഡിയോ ഇടുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.